പാറയിൽ എന്തോ അങ്ങനെ ഒരു കോമിക് ഒരു സറ്റയർ പോലെയാണ് അത് മൊത്തം റൈറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാറയിൽ ചിരട്ട വെച്ച് ഉരയ്ക്കുന്ന സൗണ്ട് ഉള്ള ഒരു ഗായകൻ എന്നുള്ള അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നു. മായമോ ദായമോ ജീവനെ അത് അങ്ങനെയായിരുന്നു ആ ലിറിക്ക് ഞാൻ മെലഡി ബ്രേക്ക് ചെയ്യുന്നത്. നീ എന്തുവേണേലും ചെയ്തോ, വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അത് ഭയങ്കര നമുക്കൊരു ഇതായിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പിന്നെ എന്നിട്ട് അത് യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുത്തരും എന്നുള്ള മ്യൂസിക്കലിയും കൂടെ ആ ഒരു സാധനത്തിന് എലിവേഷൻ കൊടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. വി ആർ ഓൺ സ്റ്റേജ്, അവിടെ നമ്മൾ പാടാൻ കയറുന്നു, വി ആർ എൻ്റർടൈനിങ് പീപ്പിൾ, വി ആർ ഗിവിങ് ദം എ ഗുഡ് ടൈം. ആ ഒരു സാധനം ഒരിക്കലും കട്ടാവാതിരിക്കാൻ ശ്രമിക്കാൻ നോക്കാറുണ്ട്. നമ്മൾ ഈ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ലൈഫ് ഫിലോസഫി എവിടെയൊക്കെയോ നമ്മൾ അറിയാണ്ട് പോലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ ആക്ച്വലി എറണാകുളത്ത് വരുന്നത് ഒരു ഫിലിം ആഗ്രഹങ്ങളായിട്ടാണ് വരുന്നത്. അപ്പം മ്യൂസിക് ഒരു സൈഡായിരുന്നു. അപ്പം ഗിത്താർ വാങ്ങിക്കുന്നു. അപ്പോൾ പണ്ട് റോക്ക് ഓൺ മൂവിയൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായി. ഫർഹാൻ അക്തറൊക്കെ നമ്മൾ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ബാൻഡ് എന്നുള്ളൊരു സ്പേസ് വരുന്നത്. ഇപ്പം എൻ്റെ ബാൻഡ് മെമ്പേഴ്സിനൊക്കെ എടുത്താൽ തന്നെ അവരൊക്കെ ഇപ്പം ജനിച്ചപ്പം മുതലേ ഇപ്പം നമ്മുടെ ഡ്രമ്മറിൻ്റെ ഒക്കെ ഫാദർ എന്ന് പറയുന്നത് ഹീസ് എ റോക്കർ. ഹീ സ്റ്റിൽ വേഴ്സ് ലെഡ് സെപ്പലിൻസ് ടീഷർട്ട് ആൻഡ് വോക്കറാണ്. ഈസ് ലൈക്ക് 65 years old സംവെയർ അറൗണ്ട് ദാറ്റ്. അപ്പം അവരൊക്കെ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനാണ്. വെച്ചാൽ ബാൻഡ് മ്യൂസിക് കേട്ട് വളർന്നു വരുന്ന ഞാൻ ഈ എ.ആർ. റഹ്മാൻ പാട്ടുകൾ കേട്ട് അതാണ് എനിക്ക് മ്യൂസിക്കായിട്ടുള്ള ഫസ്റ്റ് കണക്ഷൻ. പിന്നെ വിത്ത് ടൈം അത് ബാൻഡുകളിലേക്ക് എത്തുന്നു. അപ്പം അത് കഴിഞ്ഞ് അതിങ്ങനെ പിന്നെ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് മാജിക് ഹാപ്പൻസ് എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ സംഭവിച്ചാണ്. ഞാനിങ്ങനെ മ്യൂസീഷ്യൻ ആവണമെന്ന് വെച്ച് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നടന്ന ആളൊന്നുമല്ല. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാട്ട് ചെയ്തു, അത് ഹിറ്റായി. അടുത്ത പാട്ട് ചെയ്തു, അത് ഹിറ്റായി. അത് കഴിഞ്ഞപ്പോഴാണ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് വൈ നോട്ട് ഇത് തന്നെ നമുക്ക് ചെയ്തുകൂടാ. ഇതിനൊരു ഫൈനാൻഷ്യലി ഒരു വയബിളും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വൈ നോട്ട് എന്നുള്ളൊരു സ്പേസിൽ നിന്നാണ് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. പണ്ട് നമ്മുടെ ഫസ്റ്റ് അത് തകരയുടെ ആദ്യത്തെ പാട്ട് പോടി പെണ്ണെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ആദ്യമായിട്ടൊരു അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊരു റൈറ്റപ്പ് വരുന്ന വനിതയിലാണ്. വനിതയുടെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ എന്തുമായിരുന്നു, മറ്റേ ലീഡ് സിംഗറിൻ്റെ കരകരാ ശബ്ദത്തിൽ മറ്റേ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പാറയിൽ എന്തോ അങ്ങനെ ഒരു കോമിക് ഒരു സറ്റയർ പോലെയാണ് അത് മൊത്തം റൈറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാറയിൽ ചിരട്ട വെച്ച് ഉരയ്ക്കുന്ന സൗണ്ട് ഉള്ള ഒരു ഗായകൻ എന്നുള്ള അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്കറിയാവുന്ന രീതിയാണ്. അപ്പം അതിൽ ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ആൾക്കാർ പറയുന്നല്ല, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് അത് ആൾക്കാർ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര ബോധമാവാറില്ല. അത് സത്യമാണല്ലോ, അതാണ്. ഇപ്പം മായമോ അതിലൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അത് മായമോ എന്ന് പറഞ്ഞ വാക്കായിരുന്നു. ആ പാട്ട് ൻ്റെ അകത്തുനിന്ന് ആ വാക്ക് വെച്ചിട്ടാണ് മായമോ ദായമോ ജീവനെ അത് അങ്ങനെയായിരുന്നു ആ ലിറിക്ക് ഞാൻ മെലഡി ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അബ്രു വന്നു, അത് ലിറിക്ക് അത് കഴിഞ്ഞ് എഴുതി, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ആ വാക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മായമോ എന്നുള്ളൊരു വാക്ക് ആ പാട്ട് കേട്ട് അതിങ്ങനെ ആ പാട്ടിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പാണ് തോന്നും ജോബൻ്റെ ആ പാട്ട് ഇറങ്ങുന്നതും. അപ്പം എപ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ആ വാക്ക് ഗോട്ട് സ്റ്റക്ക് ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ടു ആ മെലഡി ബ്രേക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ പാട്ട് എനിക്കൊന്ന് പ്രവാസിയുടെ ഫസ്റ്റ് ഹാഫ് കമ്പോസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1.5-2 years എടുത്തിരുന്നു. അതെനിക്ക് എങ്ങനെ നെക്സ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല. അപ്പോഴാണ് അന്നേരത്തെ മ്യൂസിക് മോജോയിൽ എൻ്റെ കൂടെ പെർഫോം ചെയ്ത 2 ആർട്ടിസ്റ്റുകൾ, ശ്രീനാഥ് ബാസിയും അശ്വിൻ നാഥും. അപ്പോൾ അവരും കൂടെ ആയിട്ട് നമ്മൾ കുട്ടിക്കാനത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ജാം ചെയ്യുമ്പോഴാണ് ഈ ഐഡിയ നമുക്ക് നെക്സ്റ്റ് സ്പേസിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ അത് സത്യമാണ് അത്. അപ്പം നമുക്ക് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് സത്യമല്ലേ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം വേറൊന്നും അത് ഉള്ള കാര്യമാണല്ലോ. പിന്നെ ജോബേട്ടനൊക്കെ പറയുന്നത് നമ്മളും ഭയങ്കരമായിട്ട് ലുക്കപ്പ് ടു ചെയ്യുന്നതും അങ്ങേരും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ, നമ്മളെ പാട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് തരുകയും നല്ലതാണ് നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്നും പറയും. എന്താ പറ്റിയെന്നുള്ള അങ്ങനെ അല്ല. നമ്മൾ ജോബേട്ടനായിട്ടുള്ളൊരു ബന്ധവും ഭയങ്കര ഒരു അങ്ങനെ ബ്രദർ സീനാണ്. മറ്റേ നേരെ ഉള്ള കാര്യം പറയും, മുഖത്തോക്കി പറയും. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, ജോബേട്ടൻ്റെ പരിപാടി അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയും കണക്റ്റ് ആകുന്നുണ്ട്. അപ്പം ഉള്ളത് അതാണ് സൗഹൃദം. ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര ഫ്രണ്ട് സർക്കിളിലുള്ള ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ സർക്കിൾ വളരെ ഷോർട്ടാണ്. പക്ഷേ അത് എൻ്റെ കൂടെ
ഉണ്ട്. ഇപ്പം AK എൻ്റെ കോളേജ് മുതലേ ഉള്ള ബന്ധമാണ്. അതായത് എൻ്റെ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ആൾ തേർഡ് ഇയർ എൻ്റെ സീനിയറാണ്. അപ്പം നമ്മുടെ ആർട്സ് ക്ലബിൻ്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ഷൻ വരുന്നത്. അപ്പം വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്. ഇപ്പോൾ അബ്രൂനെ ഒരു 2012 മീറ്റ് ചെയ്തു. 2014 മുതലാണ് എനിക്ക് നമ്മൾ ഒരു ഡെയിലി ബേസിസിലൊക്കെ കാണാവുന്ന പോലെ ഒരു സ്പേസിലേക്ക് നമ്മൾ ബന്ധം എത്തി. അത് കഴിഞ്ഞ് ഇറ്റ്സ് ബീൻ ഗോയിങ് ഗുഡ്. അപ്സ് ഡൗൺസ് എല്ലാം ഉണ്ട്, സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞു. അപ്പോൾ കോളേജ് ഇൻറ്റേൺഷിപ്പ് ഞാൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് ചെയ്തത്. അപ്പം കോളേജ് പോകുമ്പോഴേ എനിക്കറിയാം ഇതെല്ലാം എനിക്ക് പഠിക്കേണ്ടതെന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് ചെന്നൈയിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 100% ഷുവറായി ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട് ടു ഡു. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഏകദേശം ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സ്പേസിലാണ് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഓക്കെ എന്താണ് എനിക്ക് അടുത്ത് ചെയ്യാൻ താല്പര്യം? അപ്പം ഞാൻ ആലോചിക്കുന്നപ്പം നമ്മൾ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ചെന്നൈയാണ്, അവിടെ 4-5 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് റൂം എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം പ്രശ്നം, ചൂട്, ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു, ഒന്നും ഭയങ്കര മോശം അവസ്ഥയാണ്. അപ്പം നമ്മൾ ഓക്കെ നാട്ടിൽ വന്ന് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു 5-6 മാസം ഇരുന്ന് നമുക്ക് ജീവിതത്തിൽ അടുത്ത് എന്ത് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കാമെന്നുള്ള സ്പേസിലാണ് ഞാൻ അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ അന്നൊരു ഭയങ്കര ഷോക്ക് തന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു വെച്ചാൽ, എടാ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തു, എൻ്റെ കർമ്മം ഞാൻ ചെയ്തു, ഒരു 3-4 ലക്ഷം കൊടുത്ത് നിനക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം ജോലി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ പഠിച്ച് ഈ ടൂൾ ആൻഡ് ഡൈമിക്ക് പഠിച്ച് ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഓസ്ട്രേലിയയിലോ US ഇപ്പോൾ ഒരു ഫ്ലാറ്റൊക്കെ ആയി 2 കൊച്ചും പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്പേസ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ സാധനം ഇതായിരുന്നു വെച്ചാൽ, ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു, നിനക്ക് 21 വയസ്സായി, യു ആർ ആൻ ഇൻഡിവിജ്വൽ, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ് എന്നുള്ളൊരു കാര്യം ആൾ മലയാളത്തിൽ പറഞ്ഞ്, നീ എന്ത് വേണേലും ചെയ്തോ, വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അത് ഭയങ്കര നമുക്കൊരു ഇതായിരുന്നു. പക്ഷെ അത് ഇപ്പം തിരിച്ച് റെട്രോസ്പെക്റ്റിൽ ആലോചിക്കുമ്പോഴാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റും അതായിരുന്നു വെച്ചാൽ, അതായിരുന്നു ഒരു ഫയർ കൈൻഡ് ഓഫ്. അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ എന്തേലും ചെയ്ത് കാണിക്കും എന്നുള്ളൊരു ഒരു സാധനം ഉണ്ടായിരുന്നു, ആ ഒരു ഫയറല്ലേ. അപ്പോൾ അത് പിന്നെ കണ്ടിന്യൂ ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു തിയേറ്ററിൽ ഒരു 1-1.5 കൊല്ലം വർക്ക് ചെയ്തു. അപ്പം ഈ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലിയില്ല, നിൽക്കാനും സ്ഥലമില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അന്നേരം ചോദിച്ചു, എന്താണ് പോയിന്റ് ഓഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം? അപ്പോൾ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ എനിക്ക് ഭയങ്കര പാർട്ട് ഓഫ് മൈ ലൈഫാണ്, സിനിമ, മ്യൂസിക് ഓൾവേസ്. അപ്പം അവിടെയാണ് സത്യം സിനിമാസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അപ്പം സത്യം സിനിമാസ് ഞാൻ പടമൊക്കെ പോയി കണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മൾട്ടിപ്ലക്സിലൊക്കെ പോകുന്ന അന്നേരമാണ്. ഇത് 2009-10 കാലഘട്ടം. കേരളത്തിൽ മൾട്ടിപ്ലക്സ് ഒന്നും ഇല്ല. അപ്പം ഇത് ഭയങ്കര വൃത്തി. ഇപ്പം ഞാനിങ്ങനെ രജനീകാന്ത് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ചെരുപ്പിടാത്ത ഒരാളും ഇതേ രജനീകാന്ത് നടന്നു പോയ സ്പേസിലൂടെ നടന്നു പോകുന്നു. അപ്പം എനിക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു സോഷ്യലിസം ഭയങ്കര വർക്കായി. തിയേറ്ററാണ്, ബട്ട് സ്റ്റിൽ അവിടെ 10 രൂപ ടിക്കറ്റ് ഉണ്ട്. അപ്പം ചെരുപ്പിടാത്ത ഒരാൾ നടന്നു പോകുന്നു. നമ്മൾ അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് രജനീകാന്ത് ഇങ്ങനെ നടന്നു പോയ വഴിയിലൂടെ ചെരുപ്പിടാത്ത ഒരാൾ നടന്നു പോയി സിനിമ കാണാൻ പോകുന്നു എന്ന് പറയുന്ന അതെല്ലാം എനിക്ക് ഇതെന്താണ്, ഇതെങ്ങനെ ഇത്രയും ഭയങ്കര ക്ലീൻ, ഭയങ്കര അവിടുത്തെ തിയേറ്ററിലൊക്കെ ഓരോ ഇതിലും മറ്റേ ഈ ബാത്റൂമിലൊക്കെ സ്ക്രീൻ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഭയങ്കര ബ്ലോണ്ട് അവേ ആയിരുന്നു ആ സ്പേസിൽ പോയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഓക്കെ ആ ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണാനാണ്. അപ്പം ഞാൻ നേരെ അവിടെ പോയി ചോദിച്ചു, അവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പം അവർ പറഞ്ഞ ടിക്കറ്റിങ്ങിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 1.5 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അവിടുന്നാണ് അപ്പം AK സുഹൃത്ത്. അപ്പം ആളും കോളേജ് കഴിഞ്ഞിട്ട് ആൾക്കും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ആളിവിടെ കൊച്ചിൻ മീഡിയ സ്കൂൾ, ഇവിടെ മനോരമയുടെ ഓപ്പോസിറ്റ്, അവിടെ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ചിങ്ങനെ ഈ സിനിമയിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ മിസ്കിൻ സാറിൻ്റെ ഒക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി. അപ്പോൾ ആ കഥയൊക്കെ AKയോട് പറഞ്ഞപ്പം AK പറഞ്ഞടാ, കുറേ പേര് സിനിമ ഭ്രമിച്ചു വരും, ഇതിൻ്റെ ആ ഒരു ഗ്ലോസും ആ ഒരു ഫെയിമൊക്കെ കണ്ടിട്ട് ആൾ എന്തോ സിനിമ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള സ്പേസിൽ. പക്ഷെ വന്ന് പണിയെടുക്കുമ്പോഴാണ് പട്ടിപ്പണിയാണ്, കുറേ ആൾക്കാർ പോകും. അപ്പോൾ നീ ഒരു പണി, നീ എന്തായാലും സിനിമയിൽ ആഗ്രഹമില്ല ആളല്ല, നീ എന്തായാലും വന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ കോഴ്സ് കഴിയാറായി, ഒരു 5-6 ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം, നീ അസിസ്റ്റ് ചെയ്യും, എന്നിട്ട് നിനക്ക് എന്താണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്നിട്ട് നീ അത് കോഴ്സ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ഞാനവിടെ ഇൻറ്റേൺഷിപ്പൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആദ്യം കിട്ടിയ എന്തോ ചെറിയ പേയ്മെൻറ്റിൻ്റെ അകത്ത് ഞാനൊരു ഗിത്താറൊക്കെ വാങ്ങി ഒരു 1-2 മാസം ക്ലാസ്സിന് പോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ടീനറിലെ ക്ലാസ്, ഞാൻ താമസിക്കുന്ന ആവടിയിലാണ്. അപ്പോൾ കുറേ കൊരട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം മ്യൂസിക് ഒരു സൈഡിൽ ഇങ്ങനെ അക്കോസ്റ്റിക് ഗിത്താർ 4-5 കോഡ്സൊക്കെ അറിയാം, അതൊരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടുത്തെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് AK വിളിച്ച് ഞാനിവിടെ വരുന്നു. അപ്പം മ്യൂസിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അക്കോസ്റ്റിക് ഗിത്താറൊക്കെ ഉണ്ട്, അതുമായിട്ട് നമ്മൾ എറണാകുളത്ത് വരുന്നു.
എന്നിട്ട് വന്ന് ഇവരുടെ കൂടെ ഒക്കെ അസിസ്റ്റ് ചെയ്ത് 5-6 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തപ്പോഴാണ് ഇവരെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവരെല്ലാവരും മറ്റേ തർക്കോസ്കി, മറ്റേ ബർഗ്മാൻ, ഇവരുടെയൊക്കെ പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ. ഫിലിം സ്റ്റുഡൻസ് അല്ലേ. ഞാൻ ഈ മാസ് മസാല നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങുന്ന പടം അല്ലാതെ ഞാനൊന്നും മറ്റേ ഇൻ്റർനാഷണൽ പടങ്ങളൊന്നും കണ്ടിട്ട് പോലില്ല. അപ്പം എനിക്ക് തോന്നി ഇവരോടൊക്കെ കൂടി സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടില്ല, ഇവർ പറയുന്ന പോലും മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന സിനിമകൾ കണ്ടിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല, പണി പാളി, നമ്മൾ വലിയ ആഗ്രഹമായിട്ട് വന്നതാണ്. അപ്പോൾ അതൊന്നും കണക്റ്റ് ആവുന്നില്ല എന്നുള്ള സീനില്ലേ. അങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസിലാണ് നമ്മൾ അപ്പോൾ നമ്മളിവിടെ എത്തി. ഞാനിപ്പോൾ എറണാകുളത്ത് എത്തി. അപ്പോൾ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നേരെ ഇവരുടെ കോളേജിൽ വന്ന്. അപ്പോൾ ഇവരെല്ലാം നോക്കുമ്പോൾ ഞാനൊരു ബാഗും തൂക്കി ഒരു ഗിത്താറൊക്കെ തൂക്കി ഒരുത്തൻ. അപ്പോൾ അടിപൊളി, അപ്പം വരൂ, നീയാണ് ഇന്നത്തെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് പാർട്ടി ഉണ്ട് വീട്ടിൽ, എല്ലാവരും വരൂ, ചെറിയൊരു വെള്ളോടി പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നേരെ അവിടെ പോയി സാധനങ്ങളൊക്കെ വെച്ച് അന്ന് രാത്രി അത് ഞാനിവിടെ വന്ന് എനിക്കൊന്ന് അന്ന് ദിവസം അതോ പിറ്റേ ദിവസം എന്തോ ഒരു പാർട്ടി ദിവസമാണ്. അന്ന് എല്ലാവരും ഉണ്ട്, നമ്മളൊരു 7-8 പേര് കൂടിയാണ് റൂം ഷെയർ ചെയ്യുന്നത്. അപ്പം പിന്നെ വേറൊരു വീട്ടിലെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 10-12 പേരുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നു, എല്ലാ കലാപരിപാടികൾ എല്ലാമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് ഞാനെന്തോ ഇങ്ങനെ ഒരു FCG എന്ന് പറഞ്ഞിട്ടൊരു കോഡിൽ ഇങ്ങനെ എന്തോ വായിച്ച് ഇങ്ങനെ തന്നെ എന്തോ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ട്യൂണിൽ നമ്മുടെ ലിറിക് റൈറ്റർ അതിൽ ജോസഫ് വിജീഷ് എന്ന് പറഞ്ഞ ആളാണ് പൊടിമണ്ണ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ആ പഴയ മ്യൂസിക് വീഡിയോയിൽ അവനെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം അവനാണ് എൻ്റെ അടുത്ത് അന്നേരം എന്നാലും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേടി. അപ്പോൾ ആ തന്നാനെ എന്നുള്ള ആ ഒരു മെല്ലി തന്നെ ഇവൻ ഇത് പറഞ്ഞു. അപ്പം അത് കണക്റ്റായി. അപ്പം അവനൊരു കട്ട ബ്രേക്ക് പഴിഞ്ഞ് നിൽക്കുക. ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് പഴിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഭയങ്കര ഇൻസ്റ്റൻറ്റ് കണക്റ്റായി. അപ്പോൾ എനിക്കൊന്ന് ബോഡി പണ്ണ ഒരു 10 മിനിറ്റിൽ അപ്പോൾ ആ പാട്ടിൽ 6 ലൈനും 12 ബോഡി പണ്ണേ ഉള്ളൂ. അതെഴുതി. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും നമ്മളിപ്പോൾ എന്നാലും നീനിട്ട് ബോഡി പണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ബോഡി പണ്ണ 12 പേരും കൂടെ പാടുന്നു ആ ഒരു സീന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനും വിജീഷിനും ഒരു ഇതായി. അപ്പം വിജീഷ് പറഞ്ഞു, എടാ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ഞാൻ ഈ ഐഡിയ വേറൊരു മ്യൂസീഷ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ എന്നെ സ്റ്റുഡിയോന്ന് പുറത്താക്കി. അപ്പം എന്താ സാധനം, എന്താ ഐഡിയ? അപ്പം പറഞ്ഞു, പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാവാ പുട്ടേവാ പുട്ടിൻ്റെ പൊടിയേവാ. അപ്പം എനിക്കത് കേട്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് കണക്റ്റായി. അപ്പം ഞാനൊരു കോഡ് പ്രോഗ്രഷനായിട്ട് ഇങ്ങനെ കുറച്ച് കാലം ഒരു 4-5 മാസമായിട്ട് ആ കോഡ് പ്രോഗ്രഷൻ വായിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഐഡിയാസ് വരും. നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കണം. ആ വായിക്കുമ്പോൾ എന്തെങ്കിലും ചുമ്മാ വായിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഐഡിയ ഇങ്ങനെ മെലഡി ആയിട്ട് വരും എന്നുള്ള ഇത് ആ കോഡ് പ്രോഗ്രഷൻ ഇട്ടിട്ട് കറക്റ്റ് വായിക്കുമ്പം ഈ ലിറിക്ക് പറയുന്നു, ഇതങ്ങോട്ട് കറക്റ്റ് സിങ്ക്, നമ്മൾ വലിയ പണിയൊന്നും എടുക്കുന്നില്ല, ടക്ക് സിങ്ക്. അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത പാട്ട്. അപ്പം പിന്നെ എല്ലാവരും കൂടെ പിന്നെ വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ എല്ലാവരും 10-12 പേര് കൂടെ പാടുന്നു, മദ്യപിക്കുന്നു, പാർട്ടി നടക്കുന്നു. അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് AK വന്നിട്ട് നമുക്ക് പറയുന്ന ജീവിക്കാൻ അനുവദിക്കൂ, നാളെ ഒരു സ്വപ്നം മാത്രം, ഇന്നാണ് ജീവിതം, ജീവിക്കാൻ അനുവദിക്കുക. അപ്പോൾ ആ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ പാരൻസിനോട് പറയുന്നൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു അത്. പക്ഷേ ഈ സിനിമ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം നിന്നിട്ട് ഇവർ ചോദിക്കും എന്തോന്ന് എല്ലാം നടക്കുമോ, ഇതിലൊക്കെ പോയിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു ഇത്. അപ്പം അവരോട് നമ്മൾ പറയുന്നൊരു പെർസ്പെക്റ്റീവ്, ജീവിക്കാൻ അനുവദിക്കൂ, നാളെ ഒരു സ്വപ്നം മാത്രം, ഇന്ന് ജീവിക്കൂ, നമ്മളെന്തിനാണ് നാളെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ഓവറായിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ലൈൻ വന്നു. അതും അഗൈൻ നമ്മൾ പിന്നെ അതും എല്ലാവരും പാടുന്നു. അങ്ങനെ ഞാനിവിടെ എത്തി 1ാമത്തെ 2ാമത്തെ ഒരു ദിവസം തകരയുടെ ഇപ്പോഴത്തെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഹിറ്റായിട്ടുള്ള 3 പാട്ടുകളുടെ ബേസിക് പൊടിമണ്ണ ഫുൾ ആയി. ബാക്കി 2 പാട്ടുകളുടെയും ഒരു ത്രെഡ് വിത്ത് വിതച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ അസിസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും നടക്കുന്നില്ല, സിനിമ എന്നെക്കൊണ്ട് എടുക്കാനും പറ്റൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സൈസിലാണ് ഞാൻ ഈ പണ്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്പേസിൽ PF എമൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈ പോയി. അപ്പോൾ അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, സിബി എന്ന് പറഞ്ഞിട്ട്. അവനെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത ഒരാളാണ്. വെച്ചാൽ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവന് ഈ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. അപ്പം എനിക്കും ഇവനൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അവൻ നമ്മളെ കണക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ ടിക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവന് ഫസ്റ്റ് ഡേ ടിക്കറ്റ് കൊടുക്കും. പിന്നെ അന്നകാലത്ത് സത്യം സിനിമാസിൽ ഇപ്പോഴല്ല, ഇപ്പം PVR ഒക്കെ എടുത്ത് സത്യം സിനിമാസ് പോയി. പക്ഷെ അന്ന് സത്യം സിനിമാസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് തിയേറ്ററിൽ ഒരു ടിക്കറ്റ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ വീക്കെൻഡിൽ സത്യം സിനിമാസിൽ ടിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ട്സിനൊക്കെ വീഴ്ത്തിക്കാൻ അതിൻ്റെ മേലെ വേറെ പോയിന്റ് ഇല്ല എന്നുള്ള സ്പേസാണ്. അത്രയും പ്രസ്റ്റീജിയസ് ആയിരുന്നു. വെച്ചാൽ അവിടെ ടിക്കറ്റ് കിട്ടൂല. അപ്പം ഞാൻ വഴി അവന് ടിക്കറ്റ് കിട്ടുന്നു, അവൻ ഫസ്റ്റ് ഷോ എല്ലാ പടങ്ങൾ കാണുന്നു. അപ്പോൾ ഇവൻ ആക്ച്വലി മ്യൂസീഷ്യനാണ്. ഇവൻ്റെ വീട്ടിൽ ഹോം സ്റ്റുഡിയോ ഉണ്ട്. ഇവൻ സ്വന്തമായിട്ടൊരു 2 മറ്റേ ഈ ക്രിസ്ത്യൻ ഭക്തിഗാന ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഞാൻ അന്നേ ചോദിക്കും, എടാ
നീ വീട്ടിൽ നിന്ന് മ്യൂസിക് ചെയ്തു. അതുവരെ നമ്മുടെ മനസ്സിലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ് ഇട്ട വലിയ റൂം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോൺസെപ്റ്റിലുള്ളത്. ഇവൻ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പം മച്ചാ ഒരു നാളെ പോളാ ഞാൻ കാമിച്ചു വിടുക എപ്പടി പണ്ടാനുള്ള പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഏതൊരു ദിവസം അപ്പം ഇതിപ്പം പറയുന്നത് സിബിയുടെ കഥയിലേക്കാണ്. അപ്പോൾ സിബി ഇടയ്ക്ക് എനിക്ക് ഗിത്താർ ട്യൂൺ ചെയ്യാനൊന്നും അറിയില്ല. അന്നേരം ഈ ഫോണൊന്നും മറ്റേ ഇത് പഴയ ഫോൺ, അപ്പം ആപ്പൊന്നുമില്ല. അപ്പോൾ ഇവനാണ് ഞാൻ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഇവൻ വന്നിട്ട് എനിക്ക് ഗിത്താറൊക്കെ ട്യൂൺ ചെയ്ത് തരും. അങ്ങനെ ഒരു സിബി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ പണ്ട് നമ്മളൊരു ഇംഗ്ലീഷ് സോങ് ഒക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഇവൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവനാണ് എനിക്ക് ആ സാധനം ബ്രേക്ക് ചെയ്ത് തരുന്നത്. ഇവൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കമ്പ്യൂട്ടർ, ഒരു ചെറിയൊരു മിഡി കീബോർഡ്, സൗണ്ട് കാർഡ്, ഒരു മൈക്ക്, അതിൻ്റെ അകത്താണ് ഇവൻ 2 ആൽബം ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു റെവലേഷനായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പാട്ടുണ്ടാക്കാന്ന് പറയുമ്പോൾ വലിയ സ്റ്റുഡിയോ, വലിയ സ്പേസ് എന്നുള്ള സ്പേസ് എന്നൊക്കെ. അപ്പം സിബിയുടെ അടുത്ത് ഞാൻ ഈ PF amount വാങ്ങാൻ ചെന്നൈ പോയ സമയത്ത് ഇവൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മച്ചാ ഒരു പാട്ടാന്ന് തെറിയില്ല, ഒരു ഐഡിയ ഇருக்கு, കൊഞ്ചം നീ ഹെൽപ്പ് പണ്ടാ, ഇത് കൊഞ്ചം സോങ് പണക്കി പണ. എനിക്കന്നേരം ഇത് മാത്രമല്ല, എനിക്ക് പ്രോഗ്രാമിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവനാണ് എനിക്ക് അന്നേരം ഒരു കോഡൊക്കെ ഇട്ട് മറ്റേ കുറച്ച് മ്യൂസിക്കൽ പരിപാടിയൊക്കെ ആക്കി ഒരു പാട്ട് രീതിയിലാക്കി. അതിന് ഒരു ഇൻട്രോ കൊടുത്തു, ഒരു ഇൻസ്ട്രുമെൻ്റൽ ബിറ്റൊക്കെ കൊടുത്ത്. എൻ്റെ കയ്യിലല്ലേ ചുമ്മാ അക്വസ്റ്റിക്കിൽ പാടുന്ന പരിപാടി എൻ്റെ കയ്യിലുള്ളൂ. ഇവനതൊരു പാട്ടൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ എറണാകുളത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിലിം സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു എനർജി ഉണ്ട്. ഏത് നമ്മൾ ഇൻഡസ്ട്രി മാറ്റിമറിക്കാൻ പോവാണ്. അടുത്ത നമ്മൾ പൊളിക്കുന്നുള്ള മോഡലാണ്. അപ്പോൾ ഇവരും എല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ട് ഇവർ വിചാരിച്ച് ഇവർ മറ്റേ അസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആർക്കും ചാൻസ് കിട്ടുന്നില്ല. ഇവരെന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഓണാക്കാൻ നോക്കിയിട്ട് പ്രൊഡ്യൂസർ കണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പം മൊത്തം ശോകം മൂകമായിട്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്പേസിലാണ് ഞാൻ ഈ ചെന്നൈയിൽ നിന്ന് ഈ പാട്ടുകാരൻ നമ്മളന്ന് ചെയ്തില്ലേ ഒരു ഐഡിയ. അപ്പം ആ ഐഡിയ ഞാൻ കുറച്ച് പാട്ടാക്കിയിട്ടുണ്ട്. ഈ പാട്ട് കേട്ടപ്പം എൻ്റെ കൂടെയുള്ള ആൾക്ക് അപ്പം മൊത്തത്തിൽ വീട് ശോകത്തിലാണ്. ഈ സ്പേസിൽ ഇവരുടെ എനർജിയിലാണ് എനിക്ക് ഞാൻ ഇവരുടെ സിനിമയുടെ കേസൊക്കെ പറയുമ്പം ഞാൻ ഇവരെ ലുക്കപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്തൊരു വർക്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുള്ള സ്പേസിലാണ് ഞാൻ അപ്പം നമ്മൾ ചെയ്യുന്നത് കൊള്ളാമല്ലേ, ഓക്കെ. അങ്ങനെയാണ് ഫസ്റ്റ് പാട്ട് എൻ്റെ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വിത്ത് ടൈം പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുട്ടുപാട്ട് വന്നു. പിന്നെ ജീവിക്കുക, അന്നേരത്തേക്ക് പിന്നെ സിനിമയുടെ ഓഫർ വന്നു. അങ്ങനെ നമുക്ക് അതിന് മാത്രം വലിയ വിമർശനമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉള്ള മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾക്കൊക്കെ കിട്ടിയ വെച്ച് നോക്കുമ്പോൾ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നു ഒരു വിമർശനം കിട്ടിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ് മറ്റേ റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ ചെയ്തായിരുന്നു. മറ്റേ VKP സാറിൻ്റെ ഒരു മൂവി ഒരുത്തി എന്ന് പറഞ്ഞിട്ട് നവ്യ നായരുടെ ഒരു കംബാക്ക് മൂവിയായിട്ട്. ആ പാട്ടിനായിരുന്നു എനിക്ക് തോന്നുന്നത് പിന്നെയും ഒരു ഇത് കിട്ടിയില്ല. അത് ഒരു 3-4 ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആവും. അത്രേ ഉള്ളൂ. അങ്ങനെ വിമർശനം പിന്നെ ഒന്നാമത് നമുക്ക് അത്രമാത്രം വിമർശനപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഗൗരി ലക്ഷ്മി അവർക്കൊക്കെ വാട്ട് ദേ ഹാവ് ഗോൺ ത്രൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമില്ല. വി ആർ ലൈക്ക് ഇൻ സ്വർഗം. അപ്പം എനിക്ക് കിട്ടിയത് മാക്സിമം ഇതിലാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ അത് തന്നെയാണ്. റൺ ബേബി റണ്ണിലാണ് എൻ്റെ കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ യൂട്യൂബിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അത് മേ ബി സിനിമ സ്പേസിലേക്ക് എത്തുമ്പോഴേക്ക് അവരത്ര ഇൻഡി ഒരു പാട്ടിന് ഒരു ചെറിയൊരു മെറ്റൽ ചോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മലയാളം പാടുമ്പം അത് ആൾക്കാർക്ക് തീരെ രസിച്ചിട്ടില്ല. അപ്പം അതൊരു 4-5 ദിവസമൊക്കെ ചില മാക്സിമം പോയ ഒരാഴ്ച അത് കഴിയുമ്പം അതൊക്കെ ഓക്കെയോ. എല്ലാം ലിസൺ ടു എല്ലാം. എനിക്കങ്ങനെ ഒരു ജോണറ ഇഷ്ടമുള്ളൂ എന്നുള്ളതല്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ മെറ്റലും കേൾക്കും, കർണാട്ടിക്കും കേൾക്കും, സിനിമാ പാട്ടും കേൾക്കും, സിൽസിലായും കേൾക്കും. എല്ലാം ട്രിപ്പുള്ള എല്ലാം കേൾക്കും എന്നുള്ള. നമുക്ക് ഒരു സാധനം കേൾക്കുമ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സാധനം കിട്ടുമല്ലോ, ഒരു ഹോണസ്റ്റി, അല്ലെങ്കിൽ അവർ അതിൽ വർക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ള. അത് എനിക്കങ്ങനെ ഒരു ജോണർ ഇഷ്ടപ്പെടാത്ത ജോണറൊന്നുമില്ല. ഞാനങ്ങനെ കുത്തിയിരുന്ന് കേൾക്കുന്ന ആളല്ല. മോർ ദാൻ അങ്ങനെ എൻ്റെ ഒരു ലിസണിങ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ട്രിപ്പ് ചെയ്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേട്ടില്ല. അപ്പോൾ നമ്മുടെ ഡ്രമ്മർ ഋത്വിക്ക് അവനൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം പിടിക്കാറുണ്ട്. അപ്പോഴാണ് ഞാനപ്പോൾ എല്ലാം കേൾക്കും. കുട്ടുപാടിൻ്റെ കേസ് പറഞ്ഞില്ല, ഇപ്പോൾ ആ ഫ്രണ്ട് എനിക്ക് ഐഡിയ തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിത്ത് ടൈം അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പേസിലായിരുന്നു. ബാക്കി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഇപ്പം അതിൻ്റെ ഒരു തകരയുടെ പാട്ടുകളുടെ ഒരു 1 ലൈനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കോമൺ മാൻ ക്രോണിക്കിൾസ് എന്നൊക്കെ വേണേൽ പറയാൻ തോന്നും. അപ്പോൾ സാധാരണക്കാരുടെ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളതിനോട് നമ്മുടേതായ രീതിയിൽ നമ്മളതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സ്പേസിൽ. പിന്നെ നമുക്കും മറ്റേ ഭയങ്കര കാവ്യാത്മകമൊന്നും അറിയത്തുമില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യത്തിനോട് നമ്മൾ ഹോണസ്റ്റ്ലി റിയാക്ട് ചെയ്യുന്നു, അത്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്. പണ്ടത്തെ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ തന്നെ പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. ഞാൻ ഗിത്താർ പഠിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പം
ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പ്രൊഡക്ഷൻ പണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു ഐഡിയ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ മെലഡി ഉണ്ടാക്കാം. ഇപ്പോൾ മ്യൂസീഷ്യൻസുമായിട്ട് ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ ഈ തിയറി ഒന്നും അറിയില്ല, മറ്റേ എ ഷാർപ്പ് മറ്റേ എ മൈനർ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല. അവരെന്തെങ്കിലും കോഡ്സ് വായിച്ചാൽ അതിൻ്റെ പുറത്ത് എനിക്ക് മെലഡി ഉണ്ടാക്കാം. അതായിരുന്നു എൻ്റെ അന്നേരത്തെ സ്ട്രെങ്ത്ത്. ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രൊഡക്ഷനൊക്കെ നമ്മൾ സ്വയം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ നന്നായി. ഇപ്പോൾ നമുക്കൊരു ഐഡിയ, ഇപ്പം എനിക്കൊരു ഐഡിയ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഐഡിയ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല, എനിക്കൊരു സാധനം ബേസിക്കലി ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ കമ്പ്യൂട്ടറിലിരുന്ന് സാധനം ഉണ്ടാക്കി അത് ഔട്ട് എടുത്തിട്ട് ഞാൻ ഇവർക്ക് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അവരന്നേരത്തേക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് അവരതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങോട്ടായിരിക്കും. അപ്പം വർക്ക് ചെയ്യുന്നത് കുറേ കൂടെ എളുപ്പമായി. പിന്നെ ഇപ്പോഴും സമയം നമ്മൾ കുറച്ച് പോയിന്റ് കഴിയുമ്പോൾ പണ്ടത്തെ പോലെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാനും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഒരു യൂസ് വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിലൊക്കെ നമ്മളൊരു ഐഡിയ ഇടുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ട് ആ ഐഡിയനെ ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും ഒരു കോഡ്സ് ഇടുന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്പേസിലേക്കൊക്കെ ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. അപ്പം ഇറ്റ്സ് എ ലിറ്റിൽ മോർ രസമുണ്ട്. പണ്ടല്ലേ എല്ലാവരും വന്നിരുന്നാലേ നമുക്ക് ഐഡിയ ഉണ്ടാക്കും എന്നുള്ള സ്പേസിൽ നിന്ന് ഇപ്പോൾ 1-2 ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ശ്രമങ്ങളൊക്കെ നടത്താൻ പറ്റുന്നുണ്ട്. അപ്പം പ്രൊഡക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഞാനൊരു ഷൗട്ട് ഔട്ട് ചെയ്തോട്ടെ. മനു ഫ്രാൻസിസ് ആളാണ് എൻ്റെ പ്രൊഡക്ഷൻ സാറ്. ആദ്യം 2012 പുട്ടുപാട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു മറ്റേ ഈ ഇറ്റാലിയൻ നാവികസേനയുടെ ആ ഇഷ്യൂ നടന്നത്. അപ്പം 2 പേരെ വെടിവെച്ച് അവർ മരിച്ചുപോയ, അപ്പം ആ ഒരു സാധനം നമ്മുടെ പാട്ടിൽ വന്നാൽ അത് നന്നാവും എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൽ വന്നത്. പിന്നെ 2016 ഈ പാട്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇറങ്ങിയ പാട്ടാണ്. അത് 2016 മോജോയിൽ അത് ഒരു ബാൻഡ് വേർഷനായിട്ട് വരികയാണ്. അപ്പം അന്നേരം നമുക്കൊരു പുതിയൊരു എന്താ പറയുക ഒരു സൗണ്ടിങ്ങിലും എല്ലാം ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് അന്നേരമായിരുന്നു ഈ തൃശ്ശൂരിലെ ഹമ്മർ ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പം എനിക്കത് അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ അത് പണ്ടത്തെ ഇൻസിഡൻ്റ് ആണ്. ഇപ്പോൾ ഇത് വന്നപ്പോൾ അത് വേണേൽ നമുക്ക് പറഞ്ഞു നോക്കാം. അതും കറക്റ്റ് പ്രാസത്തിൽ വേറെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അത് കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ചെന്നുള്ളൂ. അങ്ങനെ അല്ലാണ്ട് വേറെ കുറേ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അല്ല, ഞാൻ അത്യാവശ്യം ഭയങ്കരമായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ ചുറ്റും എനിക്ക് ന്യൂസൊക്കെ കാണാനൊക്കെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അങ്ങനെ ഇപ്പം എന്നോട് മറ്റേ ഇപ്പം തിരുവനന്തപുരത്ത് അതെന്ത് നടന്നു അങ്ങനെയൊന്നും ഇപ്പം അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഒരു ബേസിക് ലെവലിൽ എനിക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കാനും പൊളിറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ഇഷ്ടമാണ്. അപ്പം ന്യൂസൊക്കെ കാണും ഡെയിലി. അപ്പം നമ്മളിങ്ങനെ അതായിരിക്കാം മേ ബി നമ്മൾ കുറച്ച് അങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാകുമ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പോലെ വരുമായിരിക്കുമല്ലോ. അങ്ങനെ വരുന്നതായിരിക്കും. ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ബാൻഡിൻ്റെയും ചോയ്സാണ്. പക്ഷേ എൻ്റെ ചോയ്സിൽ എനിക്കൊരിക്കലും തകരാൻ ഒരു ജോണറിൽ തളച്ചിടരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. അപ്പോൾ ഞാൻ നമ്മളിപ്പം ബാൻഡിൽ തന്നെ ഒരു 5-6 തവണ ലൈനപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർ വരുമ്പോഴും ഫസ്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന പോയിൻ്റാണത്, നെവർ ഗെറ്റ് സ്റ്റക്ക് ഇൻ ജോണേഴ്സ്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ മോർ ദാൻ ജോണർ ഇറ്റ്സ് ദ തീം. നമ്മൾ പറയുന്ന സ്റ്റോറിയാണ് നമ്മുടെ ജോണർ. ഇറ്റ്സ് എ മോർ ദാൻ എ ജോണർ ബേസ്ഡ് ബാൻഡ്, വി ആർ എ സ്റ്റോറി ബേസ്ഡ് ബാൻഡ്. ആ പറയുന്ന പാട്ടിൻ്റെ കണ്ടന്റ് ബേസ്ഡ് ബാൻഡ്, കണ്ടന്റ് ബേസ്ഡ് ജോണർ, അതാണ് നമ്മുടെ ജോണർ. കണ്ടന്റാണ് ജോണർ. ഇപ്പം അമ്മച്ചി എന്ന് പറഞ്ഞ പാട്ടിന് ഇറ്റ് ഡീൽസ് അബൌട്ട് നമ്മുടെ ഒരു നമ്മുടെ ഓൾഡ് ഏജ് ആൻഡ് ഹൗ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ട്രീറ്റ്സ് നമ്മുടെ പാരൻസ്. അങ്ങനെ ഒരു തോട്ടിലാണ് ആ പാട്ടിൻ്റെ തോന്നുന്നത്. അപ്പോൾ അതിനൊരു ആംബിയൻ മ്യൂസിക് വേണം. ആംബിയൻ എന്ന് പറയുമ്പോൾ ഒരു ഐസൊലേഷൻ, ഒരു ഒറ്റപ്പെടലൊക്കെ ആ മ്യൂസിക്കിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ അതിനൊരു നൈസായിട്ട് റോക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ സാരേ എന്ന് പറഞ്ഞൊരു പാട്ട്, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റൻഷ്യൽ, അതും പണ്ട് ചെന്നൈ കണക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ടെറസിൽ കിടക്കുമായിരുന്നു. കിടന്നുറങ്ങുന്ന ചൂട് കൂടിയിട്ട് ടെറസിൽ പോയിട്ടാണ് കിടക്കുക. അപ്പോൾ ഇങ്ങനെ അന്നേരമാണ് ആദ്യമായിട്ട് ടെറസിൽ കിടക്കുമ്പോഴുള്ള നമ്മൾ സ്കൈയുമായിട്ടുള്ള, അപ്പം നമ്മൾ മാസങ്ങളോടെ എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ കിടന്നിങ്ങനെ കുറേയൊക്കെ നോക്കി ഉറങ്ങാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ സ്റ്റാർസൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ദൈവം ഇതെവിടെയാണ്, നമ്മളൊരു കല്ല്, എർത്ത്, സണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്നത്. അപ്പോൾ നമ്മളെവിടെയും ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ആൾക്കാർ ഇത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, യൂണിവേഴ്സ് കഴിഞ്ഞ് ഗാലക്സി ഉണ്ട്, ഇതെന്തോ മറ്റേ വലിയ. അപ്പം ആ ഒരു എന്താണ് നമ്മൾ എന്നിട്ട് നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇന്നലെ എന്നെ അവൻ വിളിച്ചില്ല, അല്ലെ അവൾ എനിക്ക് മെസ്സേജ് അയച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നിൽക്കുന്ന എവിടെയാണ്, ഏതോ ഒരു കല്ലിൽ ആർക്കാന്ന് പോലും അറിയില്ലാണ്ട് ജീവിക്കുന്ന ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു സാധനം. അതൊക്കെ അന്നേരമാണ് ആ എക്സ്പീരിയൻസ് ആണ് സാരേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വന്നത്. അപ്പം ആ പാട്ടിനും ഒരു ആംബിയൻറ്റ് സാധനം വേണം. ആ ഒരു ഡ്രോൺ,
ഒരു ലോൺലിനെസ് എന്നുള്ള സ്പേസില്ല. അപ്പം ആ ഒരു ജോണർ പിടിക്കുന്നത്. ഇപ്പോൾ പാടില്ല പോലത്തെ ഒരു പാട്ടാണെങ്കിൽ അപ്പോൾ നമ്മുടെ കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന പാട്ട്, ഇപ്പോഴത്തെ ഫാസിസം, പൊളിറ്റിക്സ്, ആ ഒരു ഇത്. അപ്പം അതിന് ഡെഫിനറ്റ്ലി റോക്കായിരിക്കും വേണ്ടത്. അപ്പം ഓരോ പാട്ടിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ജോണർ ചെയ്യാം. പിന്നെ അതിനെല്ലാം കൂടെ നമ്മൾ പിന്നെ തകരയുടെ എല്ലാവരും കൂടെ മ്യൂസീഷ്യൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു ഓട്ടോമാറ്റിക്കലി ഒരു ജോണർ വരും. പിന്നെ മേജർ സാധനം ഈ ജോണറിനെ കൊണ്ട് ഞാൻ ആ പാടുള്ള ഒരു ഗുണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം പുറത്തുനിന്ന് ആരെയും ചോദിക്കുമ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായി. നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇൻഡി, പോപ്പ്, റോക്ക്, ഫോക്ക് എന്ന് പറയും. അതിന് മാത്രമല്ലാണ്ട് എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ ജോണേഴ്സ്. തകരാൻ അങ്ങനെ ഒരു ജോണറിൽ തളച്ചിടാൻ ഒരിക്കലും ഇടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സിനിമ ഭയങ്കര ആഗ്രഹമുള്ള. ഇപ്പം എന്തൊക്കെയോ കൊണ്ട് ലൈഫിൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്ലാറ്റ്മേറ്റ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറാണ്, സജിൻ ബാബു എന്ന് പറഞ്ഞിട്ട്. ബിരിയാണി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്. ഈ യൂണിവേഴ്സ് കൺസ്പേസ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അതും ഇങ്ങനെ ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, അതിങ്ങനെ സംഭവിച്ച ഒരു ഫ്രണ്ട് വീട് ഞാൻ നോക്കുന്നു. അപ്പോൾ ഇങ്ങേരുടെ വീട്ടിലൊരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ പോയി സംസാരിക്കുന്നു, നമ്മൾ കണക്റ്റ് ആവുന്നു, നമ്മൾ സ്റ്റേ ചെയ്യുന്നു. അപ്പം അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇത് പറയത്തില്ലേ, ഈ നമുക്ക് ആവശ്യം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പിന്നെ എന്നിട്ട് അത് യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുത്തരും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വെറുതെ പറയാം. അതാണോ എന്നൊന്നും അറിയത്തില്ല, ഭാഗ്യമായിരിക്കാം. അത് ഇഷ്ടമാണ്. അപ്പം സിനിമ എന്നുള്ളത് ഡെഫിനറ്റ്ലി സിനിമയും മ്യൂസിക്കും മരിക്കുന്നോടം വില കൂടെ തന്നെ ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോഫാർ പോകുന്ന വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലൊന്നും തന്നെയാണ് തോന്നുന്നത്. അപ്പം ഐ ലൈക്ക് എവറിത്തിങ്. സിനിമയുടെ ഒക്കെ ഇങ്ങനെ ഭാഗമാവുക എന്നുള്ള സ്പേസിൽ മേ ബി ആയിരിക്കാം. അപ്പം നമ്മുടെ ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. കഴിഞ്ഞൊരു 3 വർഷം മുമ്പുള്ള നമ്മുടെ ലൈഫിൽ കുറച്ച് ബാക്ക് സ്റ്റാബിങ്ങുകളും കുറച്ച് എക്സ് സുഹൃത്തുക്കളായി അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ സൈക്കഡലിക് പ്രാഞ്ചി എന്ന് പറഞ്ഞൊരു പാട്ടിലേക്കൊക്കെ എത്തുന്നു. അപ്പം ഡെഫിനറ്റ്ലി അത് നിങ്ങൾ പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, അത് ഒക്കെ ആയിരിക്കും. അല്ല, അതിൽ നമ്മുടെ സ്കിൽ സെറ്റ് കുറേ കൂടെ അപ്ഗ്രേഡഡ് ആവണം. എൻ്റെ അടുത്തൊരു 3 വർഷത്തിൽ നിന്നുള്ളതാണ് എനിക്ക് തന്നെ ഇട്ടിട്ടുള്ള ഗോൾ. ഇപ്പം നമ്മൾ പ്രൊഡക്ഷനൊക്കെ ഇപ്പം പഠിക്കുന്നല്ലേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഫാസ്റ്റാണല്ലോ. അവരൊരു സാധനം തരുന്നു, നമുക്കൊരു ടൈം ലൈൻ തരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ ടൈം ലൈൻ ഒന്നുമില്ലല്ലോ. എനിക്കിപ്പം പ്രവാസി പാട്ടെടുക്ക്, എത്ര 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പാട്ട് സെക്കൻഡ് ഹാഫ് വരുന്നത്. ആരും ചോദിക്കുന്നില്ല, ചോദിക്കാനും പറയാനും എനിക്കില്ല. പക്ഷെ സിനിമയിൽ നമുക്ക് ആ ഫ്രീഡം ഇല്ലല്ലോ. എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കണം അവിടെ. അപ്പം അവിടെ നമ്മളിപ്പം നമ്മുടെ സ്കിൽ സെറ്റും നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ നമുക്ക് സിനിമ സ്പേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഇൻഷാ അള്ളാ എൻ്റെ ഗോൾ അതാണ്. അടുത്തൊരു 3 വർഷത്തിനുള്ളിലേക്ക് നമുക്ക് ആ ഒരു സ്പേസിലേക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സ്പേസിലാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൊഡക്ഷൻ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഇൻഷാ അള്ളാ അതിപ്പം നഷ്ടപ്പെട്ടെന്നും പറയാറുണ്ട്. ഇപ്പം അതും അതൊക്കെ ഇടയ്ക്ക് ഇപ്പം ഒരു ഫാൻ കണ്ടപ്പോൾ ആ പാട്ടിന് അത് ലിറിക് റൈറ്ററിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനും ലിറിക് റൈറ്ററും തമ്മിൽ ഇടയ്ക്ക് പറയും, എടാ അതങ്ങനെയല്ല. അപ്പം ഞാൻ പറയും, അല്ലടോ അത് ഒരു ഷോ ഒക്കെ എൻ്റെ ഇതിന് വിട്. അപ്പം അപ്പം അതൊരു ഗിവ് ആൻഡ് ടേക്കാണ്. അപ്പം എനിക്കത് നഷ്ടപ്പെട്ടു എന്നുള്ള ഞാൻ ആ വാക്കിലേക്ക് എത്തിയതും ഇതുപോലെ ഏതോ ഒരു കോഴിക്കോട് ഏതോ ഷോ ഒക്കെ കഴിഞ്ഞ് ഏതോ ഒരു ബ്രോ ആണ് ഇങ്ങനെ പറഞ്ഞത്, ബ്രോ നമ്മളും ഗൾഫിലാണ്, പക്ഷെ നമുക്കത്ര കഷ്ടപ്പാടൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ആ പാട്ടിൽ പറയുന്ന കുറച്ചും കൂടി നമ്മുടെ ജനറേഷനിൽ ഇപ്പം ഗൾഫിൽ പോകുന്നതിലും കുറച്ചും കൂടെ ഒരു ജനറേഷൻ ബാക്ക്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫാൻസിന് ഇപ്പം അതല്ല, ആ പാട്ടിന് വേറെയും തലങ്ങളുണ്ട് കേട്ടോ. ഞാൻ അതിനൊന്ന് അത് എവിടെയും പറഞ്ഞിട്ടില്ല, മേ ബി ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയുക. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആബ എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ പാട്ടിന് ആക്ച്വലി ഒരു ഫെമിനിസ്റ്റ് ആംഗിൾ ഉണ്ട്. അപ്പം ഞാൻ എന്താണത് പറഞ്ഞാൽ അവർ പണ്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുമ്പം അത് നിങ്ങളൊരു വീട്ടമ്മയായിട്ട് ആലോചിച്ച് വയ്ക്കുക. പാട്ട് വർക്കാണ്. വീട്ടമ്മയുടെ ഒരു ഒറ്റപ്പെടൽ, വീട്ടിൽ കിച്ചൺ, ഭർത്താവ്, മക്കൾ, അവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞ് പ്രകാശിക്കുന്ന ഒരാളെന്നുള്ള സ്പേസിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഒരു ഐഡിയേനെ നമുക്കതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഇപ്പം കഷ്ടപ്പെട്ട് നമുക്ക് മീറ്ററിനൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല, കഷ്ടപ്പെട്ട് അപ്പം യു കീപ്പ് എക്സ്പ്ലോറിങ് എന്നുള്ളൊരു സാധനം. പിന്നെ പാട്ടുകളും എല്ലാം, പിന്നെ നമ്മളും ഇത് ഓരോ 5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രഷ് ആയിട്ടൊരു സാധനം വരുമ്പോൾ ഒരു രസമല്ലേ. സംടൈംസ് ചില ആംഗിളൊക്കെ ഇപ്പം
നമ്മുടെ സാരേ എന്ന് പറഞ്ഞ പാട്ട് നേരത്തെ, അപ്പം ഞാനിത് ഭയങ്കര മറ്റേ എക്സിസ്റ്റൻഷ്യൽ, മറ്റേ ലോകം, യൂണിവേഴ്സ്, ഗാലക്സി എന്നൊക്കെയുള്ള സ്പേസ് എന്നാണ് ആ പാട്ട് പാടുന്നത്. എന്നെ ഇതേപോലെ ട്രിവാൻഡ്രത്ത് ഏതോ ഒരു ഷോ കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഒരു ഫാൻ മച്ചാൻ വിളിച്ച്, ബ്രോ നിങ്ങൾ ആ സാരേന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പാവപ്പെട്ടവർ പോയിട്ട് സാറേ അതിന് ലിറിക്കൊന്നുമില്ല ആ പാട്ടിൽ. അപ്പോൾ ആ ഒരു വേദനയല്ലേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് അതെ. അപ്പം അതാണ് നമ്മൾ പറയത്തില്ലേ, ഇപ്പം ആർട്ടിസ്റ്റ് ഓൺലി ടിൽ യു ഡു ഇറ്റ്, വൺസ് ഇറ്റ്സ് ഔട്ട് ഇറ്റ്സ് നോ മോർ യുവേഴ്സ്. അത് നമ്മുടെ അല്ല. പക്ഷേ ഓരോ ആൾക്കും അത് ഓരോ രീതിയിലാണ് ആ ഓരോ ആർട്ടും കണക്ട് ചെയ്യുക. അപ്പം നമ്മളതിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇതെനിക്ക് പറഞ്ഞത് സൂരജ് മാണിയാണ്, മദർ ജെയിൻ്റെ വോക്കലിസ്റ്റ്. അപ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ സൂര്യേട്ടൻ്റെ അടുത്ത് എന്തോ പറഞ്ഞപ്പോഴാണ്, എടാ അങ്ങനെ ഒരിക്കലും പറയും, നമ്മൾ ഓരോ ആളും ഓരോ പാട്ടും എടുക്കുന്നത് അവരുടേതായ രീതിയിലാണ്. അപ്പോൾ അതിന് ലെറ്റ് ദം ബി, അവരങ്ങനെയാണ് അതിനെ കാണുന്നെങ്കിൽ ലെറ്റ് ദം ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മളതിനെ അല്ല അങ്ങനെയല്ല ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഓപ്പൺ സോഴ്സായിട്ട് വിടുക എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഒന്നും ഒരിക്കലും ചിന്തിച്ചില്ല. നമുക്ക് ചെയ്യേണ്ട പാട്ടുകൾ ചെയ്യണം എന്നുള്ളത് മാത്രം, ഇൻഡിപെൻഡൻറ്റ് ഒറിജിനൽ സോങ്സ് ചെയ്യണം എന്നുള്ളത് അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി, ഇപ്പം ഷോസിൻ്റെ എൻക്വയറി വരുമ്പം പോലും ആൾക്കാരുടെ കൾച്ചർ വരെ മാറിപ്പോയി. ഇപ്പം ചോദിച്ചിട്ട് നിങ്ങൾ സിനിമാ പാട്ട് പാടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയും ഓക്കെ ചേട്ടാ നമ്മളൊരു 80-20 ആണ്, ഒരു 3-4 പാട്ട് നമുക്കുണ്ട്. അപ്പം അത് ഇന്നവേ കുറച്ച് ഡിസപ്പോയിൻറ്റിങ്ങും ആണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, കാലഘട്ടം മാറുന്നതിൻ്റെ ഒരു സാധനമാണല്ലോ അത്, ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ആ ഒരു കൾച്ചറായിട്ട് നമ്മളും പോവാന്ന്. പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം നമ്മൾ പാടുന്ന 3 കവേഴ്സും കൂടെ കട്ട് ചെയ്ത് മറ്റേ അവിടെയും നമ്മുടെ ഒരു പക്ക പൊളി കുറച്ച് ഒറിജിനൽസും കൂടെ വന്ന് നമ്മുടെ സെറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ്ലി അവിയലൊക്കെ പ്ലേ ചെയ്യുന്ന പോലെ തന്നെ മൊത്തം ഒറിജിനൽ സെറ്റ് പ്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. അടുത്തൊരു 2 ഇയേഴ്സിൽ ഡെഫിനറ്റ്ലി അവിടെ എത്തും. അതിനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് കണ്ടൻറ്റിനോട് നീതി പുലർത്തുന്ന രീതിയിൽ സൗണ്ട് ചെയ്യാന്നുള്ള സ്പേസ് തന്നെയാണ്. ഇപ്പം ആ പറയുന്ന ലിറിക്ക്, നമ്മൾ പറയുന്ന സാധനത്തിനോട് എങ്ങനെ ആ പറയുന്ന സാധനത്തിന് നമുക്ക് എങ്ങനെ എലിവേറ്റ് ചെയ്യാം, അത് മ്യൂസിക്കലിയും കൂടെ ആ കഥ പറഞ്ഞു പോകുന്നത് മ്യൂസിക്കലിയും കൂടെ കഥ പറയാം. ആ പറയുന്ന ഒരു സാധനത്തിലേക്ക് മ്യൂസിക്കലിയും കൂടെ ആ ഒരു സാധനത്തിന് എലിവേഷൻ കൊടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അപ്പം എല്ലാ പാട്ടുകളും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പം ലാസ്റ്റ് നമ്മുടെ ഇപ്പം ലൂപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി, മാസ്ക് എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി, റെയിൻ സോങ് എന്ന് പറഞ്ഞ ഒരു പാട്ടിറങ്ങി, ഒരു ആംബിയൻ പരിപാടിയായിട്ട് ഇറങ്ങിയത്. അതൊരിക്കലും കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് പാട്ടുണ്ടാക്കിയൊന്നുമല്ല, നമ്മൾ നേരെ തിരിച്ചാണ് വർക്ക് ചെയ്തത്. അതിൽ ആക്ച്വലി ആദ്യം നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷനും മെലഡിയൊക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ലിറിക്ക് എഴുതുകയത്. അപ്പം വി ഓൾസോ ആർ ഓപ്പൺ ടു വർക്കിംഗ് ബോത്ത് വേയ്സ്. അപ്പോൾ അതും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മളല്ലേ ആദ്യം ലിറിക്ക് എഴുതിയ വന്നിട്ട് പിന്നെ കമ്പോസ് ചെയ്യുന്ന ഒരു സ്പേസിലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് മ്യൂസിക് സാധനം ചെയ്തിട്ട് അതിലേക്ക് കോൺസെപ്റ്റ് എഴുതുന്ന പോലെയും വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇപ്പം എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് മറ്റേ തന്നെ. ഇപ്പോൾ കോൺസെപ്റ്റ് വന്നാൽ അത് തന്നെ, അതാണ് നമ്മുടെ ഒരു മെയിൻ സാധനം. പക്ഷേ ഇതും പിടിക്കും. ഒരു 49-50 അല്ല 51 നത്തിങ്, എല്ലാം സെയിം തന്നെയല്ലേ. നമ്മൾ ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ടൈമിൽ പാടുമ്പോൾ നമ്മുടെ 100% ആം ദെയർ. അതാണ് എപ്പോഴും ശ്രദ്ധ. ഇപ്പോൾ എന്ത് മ്യൂസിക്കലി ഇരിക്കുമ്പോഴും അത് തന്നെയാണ് ഞാൻ ശ്രദ്ധ. ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോഴും അത് തന്നെയാണ്. നമ്മൾ ചില സമയത്തൊക്കെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ കട്ടായി പോകുമല്ലോ, അങ്ങനെ ഒരിക്കലും ആവാതെ നമ്മൾ ഓക്കെ വി ആർ ഓൺ സ്റ്റേജ്, വി നോ അവിടെ നമ്മൾ പാടാൻ കയറുന്നു, വി ആർ എൻ്റർടൈനിങ് പീപ്പിൾ, വി ആർ ഗിവിങ് ദം എ ഗുഡ് ടൈം. ആ ഒരു സാധനം ഒരിക്കലും കട്ടാവാതിരിക്കാൻ ശ്രമിക്കാൻ നോക്കാറുണ്ട്. ഇപ്പം അത് സ്റ്റുഡിയോയിലാണെങ്കിലും അത് തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ആ ഒരു ഫോക്കസ്, മൈൻഡ് ഫോക്കസിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ 100% അറ്റൻഷനിൽ നിൽക്കുക എന്നുള്ള സ്പേസേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ വ്യത്യാസം. പിന്നെ മറ്റേ ക്രൗഡ് ഭയങ്കര ഇതാണല്ലോ, ഇൻട്രാക്റ്റീവ് ആണല്ലോ. പക്ഷേ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്രാഞ്ചിയൊക്കെ 2022 മുതലേ നമ്മൾ ലൈവ് അടിക്കുന്നതാണ്. അപ്പോൾ അടിച്ചടിച്ചപ്പം ചിലയിടത്ത് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്രൗഡിൻ്റെ ഇത് കുറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ടീക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് ലൈവിൽ കിട്ടും. പക്ഷേ സ്റ്റുഡിയോയിൽ അങ്ങനെയില്ലല്ലോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അന്നേരം ഉള്ളൊരു 5-6 പേരുടെ ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ. ലൈവിലാകുമ്പം മൊത്തം ഒരു എനർജിയും കിട്ടും. ചില പാട്ട് അയ്യോ ആ പാട്ടിൻ്റെ സെക്കൻഡ് വേഴ്സ് തീരെ വർക്കാവുന്നില്ല കേട്ടോ, ആ ലീഡ് മാറ്റണം, അല്ലെങ്കിൽ നീ പാടിയ മെലഡി തീരെ വർക്കാവുന്നില്ല, ആ മെലഡി ഒന്ന് മാറ്റി പാടണം. അങ്ങനെ നമ്മൾ അത് ലൈവിൽ കിട്ടുന്നൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി അത് കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ആൾക്കാരും എൻ്റെ അടുത്ത് ഇപ്പോൾ ജോബേട്ടൻ തന്നെ എൻ്റെ അടുത്ത് ഏറ്റവും പറയുന്നത് പ്രവാസി പാട്ടിന് ഒടുക്കത്തെ ഫീലാടോ. അപ്പോൾ ആ ഫീൽ എന്ന് പറയുന്നത്, അപ്പോൾ അത് എനിക്ക് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളത് പാടുമ്പം അത് ആ ഹോണസ്റ്റിലി ഒരു പരിപാടി ചെയ്യുമ്പോൾ എനിക്കൊന്നും അതെല്ലാം വരും എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക്കലി എനിക്ക് പറയാൻ അറിയത്തില്ല. ബട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് അതാണ്. നമ്മളൊരു പരിപാടീനെ അപ്രോച്ച് ചെയ്യുമ്പം അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു 100% നമ്മൾ ഇടാൻ
99 അല്ല 100 തന്നെ. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങിയാൽ അത് മൊത്തത്തിൽ ഫുൾ ഫ്രെഡ്ജായിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളൊരു സാധനം ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.